കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണം. എനിക്കിതിനെ പറ്റി സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. എനിക്ക് ഇതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. ഞാൻ അതേപറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മല്ലു ഫാമിലി സുജിനെ കൊണ്ട് നിർബന്ധിച്ച ആ വിഷയത്തെ കുറിച്ച് സംസാരിപ്പിച്ചിരിക്കുകയാണ് പുള്ളിക്കാരന്റെ ഭാര്യ. ഈ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരന്റെ വൈഫ് പുള്ളിക്കാരന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക്, ഇവരുടെ രണ്ടുപേരുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറിയുടെ റിയാക്ഷൻ ആണ് നിങ്ങൾ കണ്ടത്. ആ സ്റ്റോറി ആദ്യം നമുക്കൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് ഗണ്യമായ പ്രശ്നങ്ങളിലേക്ക് വരാം. ഈ കെട്ടിപ്പിടുത്തവും ഉമ്മവെപ്പുമാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, മല്ലു ഫാമിലി സുജിനും അവരുടെ ഭാര്യയും തമ്മിൽ ഒന്നിച്ചല്ല, ഇവര് വേർപിരിയാൻ പോകുന്നു അല്ലെങ്കിൽ വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേർപിരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിവോഴ്സ് ആയോ സെപ്പറേറ്റ് ആയോ എന്നൊക്കെ ഇപ്പോഴും അത് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തടത്തോളം അവരുടെ കുടുംബത്തിലേക്ക് തല ഞൊഴച്ച് കയറ്റി നോക്കുന്ന ഒരു ദുശീലം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ദുശീലത്തിലേക്ക് പോകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിഷ് ചെയ്യുന്ന സാധനങ്ങളിൽ മാത്രം നമുക്ക് ഒതുങ്ങാം. ഇപ്പൊ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇട്ട വീഡിയോയുടെ താഴെ കുറെ കമന്റുകൾ വന്നു. അപ്പൊ അതിനകത്ത് ആദ്യം വന്നൊരു കമന്റ് എന്ന് പറഞ്ഞാൽ, ഇവന്റെ അക്കൗണ്ട് എല്ലാവരും അൺഫോളോ അടിക്കണം, ഒന്നും ഇല്ലാതെ ഇവൻ പെട്ടെന്ന് കാശ് വന്നപ്പോൾ അഹങ്കാരം കൂടിയതാണ്. അങ്ങനെ ഈ സുജിന്റെ അക്കൗണ്ട് അൺഫോളോ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഈ വീഡിയോയുടെ താഴെ നിരവധി കമന്റുകൾ വരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാട് സാഡ് സ്റ്റോറീസ് ഇടുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇപ്പൊ പ്രശ്നം. അതിന് സുജിൻ മെസ്സേജ് അതിന് താഴെ സുജിൻ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്, കാര്യം എന്താണെന്നറിയാതെ എനിക്കാരും മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇനി ഈ സാധനങ്ങൾ തുടങ്ങാനുണ്ടായ പ്രശ്നം ഈ ഒരു കമന്റ് ആണ്. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടു, ഇവമോളും അച്ഛനില്ലാതെ വളരണ്ടേ, ആ അമ്മയ്ക്കൊന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, വല്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് സുജിന്റെ അമ്മയാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്. അതിന് സുജിൻ ഇട്ടേക്കുന്ന റിപ്ലൈ ആണ്, കാര്യം എന്താണെന്നറിയാതെ അമ്മയെ പറ്റി പറയരുതെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് അമ്മയെ പറഞ്ഞപ്പോൾ പുള്ളിക്കാർക്ക് നോക്കും, അമ്മയോട് സ്നേഹമുള്ള ഏതൊരു മക്കൾക്കും നോക്കും. അതേപോലെ സുജിന്റെ അമ്മയെ പറഞ്ഞപ്പോൾ സുജിനും നോക്കും. ഇതാണ് പ്രധാന പ്രശ്നം. ഈ ഒരു കമന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കോൺട്രവേഴ്സി പോയിട്ടുള്ളത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫാമിലിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചെടുക്കുമ്പോൾ പല ആൾക്കാരും പല അഭിപ്രായം പറയും. അതിനൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് അറിയാവുന്ന, വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സുജിൻ. ഇതിനു മുമ്പ് ഇവർക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവിഹിതവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇതിപ്പോഴും ശരിയാണോ തെറ്റാണോ എന്നൊരു സംശയത്തിന്റെ നിഴലിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ അമ്മയെ പറഞ്ഞപ്പോഴത്തേനും സുജിന് തീർച്ചയായിട്ടും പൊള്ളി സുജിൻ വന്നൊരു വീഡിയോ ഇട്ടു, അഭിനന്ദനമാണ്. എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓള് നല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയൊരു കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടു, ഇവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ, ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ? അതായത് നിത സതീഷ് എന്ന് പറയുന്ന അവർ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണം. എനിക്കിതിനെ പറ്റി സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. എനിക്ക് ഇതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. എനിക്കിതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യം. ഇതിനകത്ത് നൈസ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ, സുജിൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. സുജിൻ അദ്ദേഹത്തിന്റെ ഗിവ് അവേകളും അദ്ദേഹത്തിന്റെ കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ഈ വൈഫിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. വൈഫിന്റെ അക്കൗണ്ട് നോക്കുമ്പോഴും പുള്ളിക്കാരിയും സുജിനെ അറ്റാക്ക് ചെയ്യുന്ന പോലത്തെ സാധനങ്ങളൊന്നും കിട്ടിയാൻ കണ്ടിട്ടില്ല. പക്ഷെ ആളിച്ചിരി സാഡ് സ്റ്റോറീസും മക്കളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഷെയർ ചെയ്യുന്നതിന്റെ താഴെ ഇവര് വേർപിരിയാൻ പോവാണെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് അവതരിപ്പിച്ചപ്പോൾ പല ആൾക്കാരും രണ്ട് സൈഡ് എടുത്തു. കുറച്ച് ആൾക്കാർ സുജിന്റെ സൈഡ് എടുത്തു, കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഇവരുടെ സൈഡ് എടുത്തു. ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇവര് വളരെ സ്ട്രഗിൾ ചെയ്ത് വിവാഹം കഴിച്ചാണ്. ഓട്ടോറിക്ഷ ആയിട്ടിരുന്ന ഒരാള് ജയിലിലൊക്കെ കിടന്നിട്ടാണ് ആ പെൺകുട്ടിയെ കരസ്ഥമാക്കുന്നത്, വിവാഹം കഴിക്കുന്നത്. പിന്നീട് ഇവരിട്ട വീഡിയോയ്ക്കകത്തും എനിക്കൊരു ക്ലാരിറ്റി തോന്നിയില്ല. അതിന്റെ കാരണം
ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം ഇവർ വളരെ മാന്യമായിട്ട് വന്നത് ഞങ്ങൾ തമ്മിൽ ചില പല കാരണങ്ങളാൽ വേർപിരിയുകയാണെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് പറയുന്നില്ല, ഇവർക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല, ആ റീസൺ കൊണ്ട് ഇവർ വേർപെടുന്നു എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളെ ഇനിയും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഒന്നിച്ച് കണ്ടേക്കാം, ഞങ്ങൾ ഇനിയും ഒന്നിച്ച് നിന്നേക്കാം എന്നൊക്കെ പറയുന്നതിനകത്ത് എനിക്ക് അത് അങ്ങനെ പറ്റുമോ, അത്രയും ലിബറൽ മൈൻഡ് ഉള്ള ഒരാളല്ല ഞാൻ, അങ്ങനെ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെയാണ് ഞാൻ സംസാരിച്ചിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകുന്നത് ഈ മക്കൾക്കാണ്. എല്ലാ ഫാമിലിയും പോലെ തന്നെ നിങ്ങളും വേർപിരിയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ എറിയാൻ തുടങ്ങി. അത് തന്നെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് ആ പിള്ളേരെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് മാക്സിമം വലിച്ചിടാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറഞ്ഞു തീർക്കുക. ഇനി സുജിന്റെ പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കാം. അല്ല, ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ല. എന്ത് എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് ഇട്ടിട്ടില്ല. ഇപ്പോൾ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുകൂടി ഇത് പറഞ്ഞിട്ട് നമ്മൾ എത്തിച്ചത് അതിന്റെ മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നെന്നറിയോ? അത് അവൾ കാരണം അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഏതായാലും ഇതിന് വലിയ രീതിയിൽ കത്തും. അപ്പോ സുജിൻ ഒന്നും എന്റെ വീഡിയോ കാണാൻ സാധ്യതയില്ല. എന്തായാലും കാണുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതിരിക്കുക. മാക്സിമം സുജിൻ തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒന്ന് നല്ല രീതിയിലാണ് പറഞ്ഞ് പിരിഞ്ഞത്, ഞങ്ങൾ ഇനി ഒന്നിച്ച് കണ്ടേക്കാന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബന്ധമുള്ള സ്ഥിതിക്ക് നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കരുവാരി എറിയുന്ന പരിപാടി ചെയ്യാതിരിക്കുക എന്ന് പരമാവധി നിങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേനും അത് നമ്മളെപ്പോലുള്ളവർക്കെല്ലാം അതൊരു പരിഹാസപാത്രമാക്കാൻ പറ്റുന്ന കണ്ടന്റ് മാത്രമാണ്. നിങ്ങളുടെ ഈ ഒരു വിഷമം കണ്ട് ആർത്തുല്ലസിച്ച് ചിരിക്കുന്ന ഒത്തിരി പേര് നിങ്ങളുടെ ചുറ്റും കാണും. നിങ്ങളെ അറിയാത്തവരാണ്, നിങ്ങളെ അറിയുന്നവർ കാണും. അപ്പൊ അവർക്കൊക്കെ ചിരിക്കാനുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇപ്പൊ പല ആൾക്കാരും കോളിളക്കം സൃഷ്ടിക്കുന്ന പറഞ്ഞ എന്തുകൊണ്ടാണ്? വീട്ടുകാർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോ ആ തീരുമാനം ശരിയല്ലേ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്കാണ് ഇതിന്റെ പോക്ക് നമുക്ക് കാണുന്നത്. ഇവരുടെ ഈ വേർപിരിയൽ ശരിയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു കണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നൈസ്, ഓസ്കാർ അവാർഡ് ജേതാവാകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ബാക്കിയൊക്കെ കാര്യങ്ങളും സൈഡാക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ കാര്യം അറിഞ്ഞത്. നാട്ടുകാർ കാര്യം അറിയാൻ കാരണം അതാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനൊരു സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ അവളെ എന്നെ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ആൾക്കാർ എനിക്ക് അറിയാൻ പറ്റും. എന്ത് ഇപ്പൊ ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാണിച്ചു തരാം, എനിക്ക് വരുന്ന മെസ്സേജുകൾ കാണിച്ചു തരാം. അവളെ പറ്റി പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ തന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള മെസ്സേജ് ആട്ടോ, അത് നിങ്ങൾക്കൊന്ന് വായിച്ചേപ്പിച്ചു തരാം. സത്യം പുള്ളിക്കാരൻ നല്ല കലിപ്പിലാന്ന് തോന്നുന്നു. ആള് പറയുന്ന പല കാര്യങ്ങളും പതറുന്നുണ്ട്, പല സാധനങ്ങളും ആൾക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് ഒരു ഇമോഷന്റെ പുറത്തിട്ട വീഡിയോ ആണെന്നാണ് എനിക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു അമ്മേനെ പറഞ്ഞപ്പോൾ ആൾക്ക് പുകഞ്ഞതായിരിക്കണം. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് യാതൊരു എഡിറ്റും ഇല്ലാതെ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ വീഡിയോ ഇട്ടത്. അതുകൊണ്ടാണ് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാത്തത്. പുള്ളിക്കാരൻ ഇൻഷോട്ടിലാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പൊതുവെ ആളുടെ വീഡിയോയുടെ ഒരു ക്വാളിറ്റി ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ആള് ഭയങ്കരമായിട്ട് ചിബറിങ് ആവുന്നുണ്ട്, വാക്കുകളെല്ലാം പതറിപ്പോകുന്നുണ്ട്. സോ ആള് ശരിക്കും ഇമോഷണൽ ആണെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത്. ബാക്കിയാണ് കുഞ്ചൂസും ആണ് ഫുൾ സെന്റിമെന്റൽ സ്റ്റോറി സ്ഥിരമായി ഇടാറ്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് തോന്നിയിട്ടുണ്ട്. സുജിൻ ബിസിനസ്സുകാരും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറില്ല. സ്ഥിരമായി നിതയുടെ ഇമോഷണൽ സ്റ്റോറി കണ്ടിട്ട് കുറെ നാളുകളായി മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ അത് എന്തിനാണ് പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? അത് നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിന്റെ ആവശ്യം എന്താണത്? ഞാനത് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനടക്കം ഞാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞു അതിൽ ആ കമന്റ്സ് അതിലുണ്ട്. ഞാൻ ആ കമന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിൽ എഡിറ്റിംഗോ കാര്യങ്ങളും ഒന്നും ഞാൻ പറയില്ല. ഈ കമന്റ്സ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ സംഗതിയും കാര്യം ഒന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ബ്ലോക്ക് ചെയ്ത് വെച്ചതിനകത്ത് എങ്ങനെ ആ വീഡിയോയുടെ കമന്റ് കാണാൻ പറ്റി, എങ്ങനെ അതിനകത്ത് കമന്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അതിനുശേഷം ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാവും. ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന കുറെ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആൾക്കാര് പബ്ലിക്കിൽ വീഡിയോ ഇടുന്നു എന്നുള്ളത് കൊണ്ട് കമന്റ് ബോക്സിൽ പോയിട്ട് എന്ത് തോന്നിയ ദിവസം പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഇപ്പോ ഈ കമന്റ് ഇട്ട ആള് ഇദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു, അമ്മയ്ക്ക് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടാതെ. തിരിച്ച് ഇയാൾ നിങ്ങളുടെ അമ്മയ്ക്ക് വിളിച്ച് എങ്ങനെ ഉണ്ടാവും? അത് ആ ഒരു സാധനം നിങ്ങൾ ചിന്തിക്കാം. രണ്ടാമത്തെ കേസ്, ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നു, അവർ തമ്മിൽ ഒന്നിച്ച് പോകാൻ സാധിക്കുന്നില്ല എന്ന് അവർക്ക് 100% ഉറപ്പായതിനു ശേഷം എന്തിനാണ് പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും ആ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അവര് രണ്ടുപേരും അവരെന്ന ഇൻഡിവിജ്വൽസ് ആണ്. അത് തീരുമാനിക്കാനുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി, ഫുൾ കേപ്പബിലിറ്റി അവർക്കുണ്ട്. അവർക്ക് തീരുമാനിക്കാം അവർക്ക് ഒന്നിച്ച് നിൽക്കണോ അതോ വേർപിരിയണോ എന്നുള്ളത്.
നമ്മുടെ നിയമത്തിൽ അത് അലൗഡഡ് ആണ്. താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്താം, മറ്റൊരു കുടുംബ ജീവിതത്തിലേക്ക് പോകാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവരുടെ ഡിസിഷൻ ആണത്, അവരുടെ ഫാമിലിയുടെ ഡിസിഷൻ അവരെടുത്തോട്ടെ. അതിനകത്ത് എന്തിനാണ് ഈ അമ്മ തലയിട്ട് അമ്മ ഒരു കാര്യം പറയാൻ നിൽക്കുന്നത്? അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ ലാസ്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഇവരുടെ മാത്രമായിരിക്കും. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ വൈഫ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ഞാനൊന്ന് വായിക്കാം. ഇത് മറ്റേ മംഗ്ലീഷ് ആണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഒരു റീൽ ഇട്ടതിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇന്നലെ ചെറിയ ഒരു യാത്രയിലായിരുന്നു. അതിന്റെ ഇടയിലാണ് ഈ റീൽ ഞാൻ പോസ്റ്റ് ആക്കിയത്. മഴയും കരണ്ട് കെട്ടും കാരണം ഫോൺ ഓഫ് ആയിരുന്നു. അമ്മയെ പറ്റി ഒരുപാട് മോശം കമന്റ്സ് വന്നത് ഏട്ടൻ വീഡിയോ ഇട്ടത് എല്ലാം ഞാൻ ഇപ്പോൾ ഫോൺ ഓൺ ആയപ്പോൾ ആണ് അറിയുന്നത്. ഇമോഷണൽ ആവണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തെടുത്ത ഒരു റീൽ അല്ല അത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മോൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അറിയാതെ വന്നു പോയ സങ്കടമാണ്. അതിന് ആരെയും നെഗ് ആക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല. പിന്നെ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, അമ്മയെ ആരും ഒന്നും പറയരുത്. സുജിനെ പറയാം കേട്ടോ, അമ്മയായിരുന്നു പറയരുത്, സുജിനെ പറഞ്ഞു. കാരണം ഞാനും ഏട്ടനും തമ്മിൽ ഒരുപാട് ഒത്തുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളൂ. അമ്മേനെ ആയിട്ടോ ചേച്ചീനെ ആയിട്ടോ ഇന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ അവിടെ ഏത് ഭാഷ ഞാൻ അവിടുന്ന് പോന്നിട്ടും ഇവരുടെ സ്ലാങ് വേറെ സ്ലാങ് ഉണ്ട് കേട്ടോ, ഇത്ര ബുദ്ധിമുട്ട്. അവർ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് അമ്മ ആളെ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഇത്. അതുകൊണ്ടാണ് അമ്മയല്ല ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം. അമ്മ ഇന്ന് വരെ ഇங்கே ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ വന്നിട്ടില്ല. അമ്മയും ഞാനും ഇപ്പോഴും ഡെയിലി കണക്ട് ചെയ്യുന്നവർ ആണ്. അതുകൊണ്ട് തന്നെ അമ്മയെ മറ്റൊരാൾ വേദനിപ്പിക്കുന്നത് എനിക്കും വേദന തന്നെയാണ്. ഈ ഒരു ഇത്രയും പ്രശ്നമാവാൻ കാരണമായിട്ടുള്ള പോസ്റ്റ് ആക്കിയത് അത്ര എന്തായാലാണോ ഇവരുടെ ഈ സ്ലാങ് നമുക്ക് പിടികിട്ടുന്നില്ല. ഇല്ലോട്ടോ ഇത് ഭയങ്കര പാടായിട്ടുണ്ട്. ഏതായാലും അമ്മയായിട്ടൊരു പ്രശ്നമില്ല, അമ്മയായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ ഒരു ബന്ധം തുടരുന്നുണ്ട്. അമ്മ ആയതുകൊണ്ടാരും കുറ്റം പറയുന്നത് പുള്ളി പറയും. എന്തരാണ് ഇവർക്കിടയിലെ പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. ശരിക്കും ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും സുജിൻ പറഞ്ഞ കാര്യങ്ങളോടാണ് ഞാനും യോജിക്കുന്നത്. ഇത് സാഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വൈഫ് തന്നെയാണ് ഇടുന്നത്. പുള്ളിക്കാരിക്ക് എന്താ ജ്വല്ലറി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓർണമെന്റ്സിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ സ്റ്റോറീസ് ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സുജിന്റെ ഭാഗത്ത് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാക്സിമം കൂടുതലും കണ്ടിരിക്കുന്നത് പുള്ളിക്കാരന്റെ ബിസിനസ് പരമായിട്ടുള്ള റീലുകള്, ഗിവ് അവേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റീലുകളും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഏതായാലും നിങ്ങളുടെ കുടുംബ പ്രശ്നം നാട്ടുകാർക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കാതിരിക്കുക. അത് കൊടുക്കാതിരിക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നം വളർന്നു വരുന്നത് ഇതിപ്പോ ശരിക്കും പ്രശ്നമാണെങ്കിലും ശരിക്കും പ്രശ്നമല്ലെങ്കിലും ഇത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും കൊള്ളാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തു. മറ്റൊരു കാണുന്നു.